വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല കന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ്. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. അപ്പം നല്ല കന്നുകൾ തിരഞ്ഞെടുക്കുക. അധികം വലിയതും തീരെ ചെറുതുമല്ലാത്ത ഒരിടത്തരം സൂചി കന്നുകളാണ് നടാൻ ഏറ്റവും നല്ലത്. നല്ല കന്നുകൾ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, വേറെയും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു നല്ല സൂചി കന്നാണ്. ഇതുപോലുള്ള കന്നാണ് ഏറ്റവും നല്ലത്. കന്നുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കത്തി കൊണ്ട് കന്ന് ചെത്തി വൃത്തിയാക്കണം. കന്നിൻ്റെ പഴയ വേരും അതിൻ്റെ കുറച്ച് തൊലിയും നമ്മൾ മാങ്ങയൊക്കെ ചെത്തുന്നത് പോലെ കുറച്ച് തൊലി അടക്കം കന്ന് ചെത്തി വൃത്തിയാക്കുക. ഇങ്ങനെ ചെത്തി വൃത്തിയാക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരുപാട് കീടങ്ങൾ, ബാക്ടീരിയകൾ, ഫംഗസ് അതൊക്കെ ഒഴിവായി കിട്ടും. ഇങ്ങനെ ചെത്തുമ്പോൾ കന്നിന് കേടുകളുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. കേടുകളുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി നന്നായിട്ട് ചെത്തുക. ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചൂന്ന് ഒഴിവാക്കി മാറ്റുക. അതിലൊക്കെ ഒരുപാട് കീടങ്ങളുണ്ടാവും. അതിന് ശേഷം നല്ലൊരു കീടനാശിനിയിൽ അരമണിക്കൂറെങ്കിലും മുക്കി വെക്കുക. ശേഷിക്കുന്ന കീടങ്ങളും കൂടി നശിച്ച് നല്ലൊരു കന്നായി മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്നത് ഹിൽബ എന്ന് പറഞ്ഞ ഈ ഒരു കീടനാശിനിയാണ്. ഇത് വിലയും വളരെ കുറവാണ്, നല്ല റിസൾട്ടുമാണ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു കീടനാശിനി ഉപയോഗിക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5-3 മില്ലി കീടനാശിനി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറിലായിരിക്കും അധികം വരിക. നമ്മളിവിടെ 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിൽ ഒരു 2.5 ബക്കറ്റ് വെള്ളമാണ് ഇതിൽ പാർന്നത്. അതിലേക്കൊരു 150 മില്ലി കീടനാശിനിയാണ് ഒഴിച്ചത്. എന്നിട്ട് കന്നുകൾ എടുത്ത് മെല്ലെ അതിലേക്ക് ഇട്ട് വെക്കുക. ഇടുമ്പം കണ്ണിലേക്ക് മൂക്കിലേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കുക. കീടനാശിനിയാണ്. അത് ഉപയോഗിക്കുമ്പോൾ കൈക്ക് ഗ്ലൗസ്, മറ്റ് സേഫ്റ്റികളൊക്കെ ശ്രദ്ധിക്കുക. കൈ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ച വേറൊരു കീടനാശിനിയാണ്. ഇത് കീടനാശിനിയും ഫംഗിസൈഡും രണ്ടും കൂടെ ഉള്ളതാണ്. ക്ലോർഫാരിഫോസ് 50%, സൈപ്പർമെത്രിൻ 5% ഉണ്ട്. ഇങ്ങനെ ഇട്ട് വെച്ച കന്നുകളിൽ പൊങ്ങിക്കെടുക്കുന്നത് ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ മുക്കിക്കെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം. ബാക്കി വിശേഷങ്ങളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക്സ്.